വെക്കേഷൻ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ. എൻട്രൻസിലല്ല പാസ്, ഇവിടാ പാസ് കാണിക്കേണ്ടത്. ഗ്രൂപ്പായിട്ടൊക്കെ വന്നിരിക്കുന്ന ആളുകളാണ്. ഇത് കോട്ടയം മേളിൽ കയറി നിന്ന് കഴിഞ്ഞുള്ള വ്യൂ ആണ്. നല്ല ചൂടാ പാലക്കാട്. ഇറങ്ങിക്കോ ഗംഗ. സുഖം. ഒരാല് കണ്ടോ? നല്ല ഒരാല്. ആലിന്റെ ചുവട്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പൊ എന്തൊരു സുഖം. ഇവിടുത്തെ താലൂക്ക് സപ്ലൈ ഓഫീസ് ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ. ബിൽഡിങ്ങുകൾ. പാലക്കാട് ഫോർട്ടിനകത്ത് ഒരു മാവ് കണ്ട് എന്ത് ഭംഗിയാ. നിറയെ മാങ്ങ പഴുത്ത് നിൽക്കുക കണ്ടോ? നിറയെ പഴുത്ത മാങ്ങ. എന്നിട്ട് ഈ മാവ് എത്ര പ്രായമുള്ള മാവാന്നറിയോ നമുക്ക്? ഈ മാവിൻ്റെ കമ്പ് ചരിഞ്ഞ് വീണിട്ട് അതേന്ന് വേറെ വേറെ തൈകൾ മുളച്ചിരിക്കുക കണ്ടോ? അതേന്ന് മുളച്ചിരിക്കുക, തൈകളല്ല, അതേന്ന് ആ തണ്ട് വീണതിൽ നിന്ന് മുളച്ചിരിക്കുന്നുണ്ട്. നല്ല ഭംഗി കാണാൻ കണ്ടോ? എല്ലാവരും അവിടെ ഇരിക്കുന്നേ. കുറേ ആളുകൾ അതിൻ്റെ തണലിൽ വന്നിരിക്കുന്നുണ്ട്. നിറയെ മാങ്ങയാ പഴുത്ത് നിൽക്കുന്ന. നോക്ക്, സൂര്യൻ്റെ കളറിൽ നിൽക്കുന്നു മാങ്ങ. കുഞ്ഞുങ്ങളൊക്കെ കയറി കിടന്ന് കളിക്കുന്ന നോക്ക്. ഒരു മാവ് തന്നെ ഇത്. ആ മാവിൻ്റെ ഒരു തണ്ട് ചാഞ്ഞ് വീണിട്ട് ആ ചാഞ്ഞ തണ്ട് മുളച്ചിരിക്കുന്നു. നല്ല ഭംഗി കാണാൻ. ബിൽഡിങ്ങുകളുണ്ട് കണ്ടോ? ഇതെന്താന്ന് മനസ്സിലാകുന്നില്ല. ഇൻസിനറേറ്റർ ആണോ? പണ്ടത്തെ ഇൻസിനറേറ്റർ വല്ലതും ആണോ? ഷേപ്പ് കണ്ടിട്ട് അതുപോലൊക്കെ തോന്നുന്നു. കത്തിക്കുന്ന ഇൻസിനറേറ്റർ ആണെന്നാ തോന്നുന്നത്. അതെ അതെ, ഇത് വെച്ചിട്ടാ ഇപ്പോഴത്തെ പുതിയ ഇൻസിനറേറ്ററൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ? ഈ മോഡല്. അയ്യോ, കയ്യെ കരി പറ്റും. മാറ്, ഉടുപ്പയിലോട്ട് തൂക്കാതെ ഇങ്ങോട്ട് മാറി. പണ്ടത്തെ ഇൻസിനറേറ്റർ. എല്ലാ സൈഡിൽ നിന്നും കത്തിക്കാനുള്ള സൗകര്യമുണ്ട് കണ്ടോ? താഴെ ഇട്ടിട്ട് ഇത് നോക്കിയിട്ടായിരിക്കും ഇപ്പോഴത്തെ ഇൻസിനറേറ്ററൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുറേ കാണാനുണ്ട്, പക്ഷെ ഈ ചൂടത്ത് നടക്കാനും പ്രയാസമാണ്. നല്ല വലിയ മാങ്ങയൊക്കെയാ, പക്ഷെ മുഴുവൻ വീണിട്ട് ഇത് കണ്ടോ? പുഴുവായിട്ട് താഴെ വീണ് കിടക്കുന്നു. എത്ര വലിപ്പമാണ് നോക്ക് മാങ്ങയ്ക്ക്. പക്ഷെ പുഴുവാ. എത്ര വലിപ്പമുള്ള മാങ്ങയാ നോക്ക് കണ്ടോ? തേങ്ങയുടെ അത്രയുണ്ട് മാങ്ങ. ഇവിടെ ഷൂട്ടിങ്ങിനായിട്ട് വരുന്നവരുണ്ട്.